ഓരോ കോമാളിത്തരം കാണിച്ചു വെച്ചിട്ട് ആരെങ്കിലും അത് വിളിച്ചു പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് പൊള്ളും, കൂടെയുള്ളവർക്ക് കൂടെ പൊള്ളും. സുരേഷ് ഗോപിയെ ചുമക്കുന്ന ബി.ജെ.പിയുടെ അവസ്ഥ പരിതാപകരമാണ് എന്ന് പറയാതെ വയ്യ. നാറിയെ ചുമക്കുന്നവനും നാറും എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആ അവസ്ഥയിലാണ് കേരളത്തിലെ ബി.ജെ.പി പ്രസ്ഥാനത്തിന്റെ അവസ്ഥ. സുരേഷ് ഗോപിയെ ഒട്ട് തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ചില അല്പത്തരങ്ങളും കോമാളിത്തരങ്ങളും പരസ്യമായി വിളിച്ചു പറഞ്ഞതിന് ഗണേഷ് കുമാറിനെതിരെ കച്ചയും മുറുക്കി ഇപ്പോൾ കൊല്ലുമെന്നും പറഞ്ഞ് കുറെ ബി.ജെ.പി അനുയായികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയവരുടെയൊക്കെ തോളിൽ കൈയിട്ട് കുശലം ചോദിച്ചപ്പോൾ വന്നവനും അറിയില്ല, നിന്നവനും അറിയില്ല എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഗതികേടെന്നല്ലാതെ എന്തു പറയാം. ഒടുവിൽ സുരേഷ് ഗോപി തന്നെ തിരക്കഥയും അഭിനേതാക്കളെയും ഒക്കെ തിരഞ്ഞെടുത്ത് ഒരു നാടകം അങ്ങ് നടത്തി. ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് കുറെ അനുയായികളെ ഇപ്പോൾ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടു. ഇതൊക്കെ കണ്ട് ഗണേഷ് കുമാർ പേടിച്ച് മൂലയ്ക്ക് ഒളിക്കുമെന്നോ സുരേഷ് ഗോപിയുടെ കാല് പിടിച്ച് സാഷ്ടാംഗം വീണ് മാപ്പ് പറയുമെന്നോ ഒക്കെ കരുതി കാണും. സിനിമയിൽ അങ്ങനെയൊക്കെ ആണല്ലോ. നായകന് മുന്നിൽ വില്ലൻ ഒടുവിൽ തോറ്റു തുന്നം പാടി മാപ്പ് പറയണമല്ലോ. പക്ഷെ സുരേഷ് ഗോപിക്ക് ഇത് നാടകവും സിനിമയും ഒന്നുമല്ല. നല്ല ബോധവും വിവരവും ഉള്ള മനുഷ്യരുടെ നാട്ടിലെ രാഷ്ട്രീയമാണെന്ന ബോധമില്ല. വീട്ടിലേക്ക് പ്രകടനം നടത്തിയവരോട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ വന്നവർക്കൊന്നും അറിയില്ല എന്നും, തൊപ്പിയാണോ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് വീണ്ടും സുരേഷ് ഗോപിയെ ട്രോളിക്കൊണ്ട് ഗണേഷ് കുമാർ രംഗത്ത് വന്നു. കമ്മീഷണർ സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം സുരേഷ് ഗോപി സ്ഥിരമായി തന്റെ കാറിന് പുറകിൽ ആ സിനിമയിൽ ഉപയോഗിച്ചിരുന്ന IPS എന്നെഴുതിയ തൊപ്പി വെച്ചായിരുന്നു യാത്ര ചെയ്യുന്നത് എന്ന ഗണേഷ് കുമാറിന്റെ പരാമർശമാണ് BJP പ്രവർത്തകർക്കിടയിൽ അരിശമുണ്ടാക്കിയത്. ഒടുവിൽ സംഭവം സത്യമാണെന്ന് പലയിടത്തു നിന്നും സമ്മതിക്കേണ്ടി വന്നു എന്നത് വേറെ കാര്യം. അതിന്റെ പേരിൽ ഇന്ന് പ്രക്ഷോഭമൊക്കെ നടത്തി ക്ഷീണിച്ച് അണികളൊക്കെ തിരിച്ചു പോയപ്പോൾ ഗണേഷ് കുമാർ ദാ പറയുന്നു പിന്നെയും സുരേഷ് ഗോപിയുടെ അല്പത്തരം. തൊപ്പി വെച്ചത് മാത്രമല്ല, കാക്കി വേഷത്തിൽ ഒരു സ്ഥലത്ത് ഉദ്ഘാടനത്തിന് ചെന്നത് മുൻകാലത്ത് വലിയ വിവാദമായിരുന്ന വിഷയമായിരുന്നു എന്നുകൂടി ഗണേഷ് കുമാർ പറഞ്ഞു. അതിനു പുറമെ തൊപ്പി ലേലത്തിൽ വെച്ച് പാവപ്പെട്ടവർക്ക് കാശ് കൊടുത്തു എന്ന കള്ളക്കഥയും കേൾക്കാമെന്ന് ഗണേഷ് കുമാർ പരിഹസിച്ചു. സുരേഷ് ഗോപിക്ക് ഇതിന്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നു? അത്യാവശ്യം അഭിനയമൊക്കെ നല്ല വശമുള്ള ആളല്ലേ, അഭിനയിച്ച് ജീവിച്ചാൽ പോരായിരുന്നോ? പറ്റാത്ത പണിക്ക് പോയിട്ട് ഇപ്പോൾ ഈ മനുഷ്യനെ കൊണ്ട് കേരള രാഷ്ട്രീയം മുഴുവൻ നാറി നാണം കെട്ട അവസ്ഥയായി. എല്ലാ കുടുംബത്തിലും ഒരു മുടിയനായ പുത്രൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേരളത്തിലെ BJP പ്രസ്ഥാനത്തിന്റെ മുടിയനായ പുത്രൻ പുരസ്കാരം ഉറപ്പായും സുരേഷ് ഗോപിക്ക് തന്നെയാണ്.